ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ടെക്നിക്കൽ PSC ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഡ്രൈവർ മേഖലയിൽ PSC വിളിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള ഡ്രൈവർ കം OA എക്സാം കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്നത് ഈ വർഷം അവസാനം ഡിസംബറോട് കൂടി വിളിക്കാനിരിക്കുന്ന CPO ഡ്രൈവർ എന്ന് പറയുന്ന ഒരു എക്സാം ആണ്. CPO അല്ല, ഫോഴ്സിലേക്കുള്ള CPO ഫയർമാൻ, അതേപോലെ എക്സൈസ് ഫോഴ്സിലേക്കുള്ള ഡ്രൈവർ എക്സാമുകളാണ് ഇനി പ്രധാനമായിട്ടും വിളിക്കാനിരിക്കുന്നത്. അത് ഡിസംബറോട് കൂടി നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ ആ ഒരു പോസ്റ്റിന് എന്തുകൊണ്ട് നമ്മൾ മുന്നേ പഠിച്ചു തുടങ്ങണം? കാരണം ഈ ഒരു ടൈമിൽ കോമ്പറ്റീഷൻ നല്ല ഹൈ ആണ്. ഹൈ കോമ്പറ്റീഷൻ വരുന്നതുകൊണ്ട് തന്നെ എക്സാമിനുള്ള കട്ട് ഓഫും കൂടുന്നുണ്ട്. അപ്പോൾ ആ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും 50 കട്ട് ഓഫ് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു 50 മാർക്കും നേടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. 50 കട്ട് ഓഫ് ആണെങ്കിൽ മിനിമം ഒരു 55 മുകളിൽ അല്ലെങ്കിൽ 60 മാർക്ക് അല്ലെങ്കിൽ 58 മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? ഒരു ജോലി എന്ന നിലയിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു റാങ്ക് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു കാര്യമില്ല. റാങ്ക് ലിസ്റ്റിന്റെ മുൻപന്തിയിൽ എത്തിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജോലി ഉറപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ പലവർക്കും പറ്റുന്ന അബദ്ധം അതാണ്. ഞാനിപ്പോൾ റാങ്ക് ലിസ്റ്റിലുണ്ട്, ഇപ്പം എനിക്ക് ജോലി കിട്ടുമല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, റാങ്ക് ലിസ്റ്റിന്റെ മുൻപന്തിയിൽ എത്തണം. അപ്പം നമ്മുടെ ഒരു പൊസിഷൻ നമ്മൾ സേഫ് ആക്കിയിരിക്കണം. അപ്പം അതിനുവേണ്ടി നിങ്ങളുടെ മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും. ഈ കഴിഞ്ഞ എക്സാമുകൾ പലരും പറയുന്ന അല്ലെങ്കിൽ പലരും ചോദിക്കുന്ന കാര്യമാണ്, എന്താണ് നമ്മുടെ കട്ട് ഓഫ് എനിക്ക് ഏകദേശം 50 ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ കട്ട് ഓഫ് വന്നിട്ടില്ല, 50 ആണെങ്കിൽ എനിക്ക് 51 മാർക്കുണ്ട്, ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിക്കും. 50 കട്ട് ഓഫ് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു 58 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സേഫാണ്, സേഫ് സോണിലാണ്, സേഫ് പൊസിഷനാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ ഇനി വരാൻ പോകുന്ന എക്സാമുകൾ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലേ? അപ്പോൾ ആ ഒരു പഠനം എങ്ങനെ കൊണ്ടുപോകും? കാരണം നമ്മുടെ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വിളിച്ചു കഴിഞ്ഞാൽ ഏകദേശം ജൂൺ ജൂലൈ മാസത്തോടു കൂടി നമ്മുടെ എക്സാം നടക്കും, ഡ്രൈവർ എക്സാമുകൾ നടക്കും. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്. നമുക്കറിയാം, നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നവരായിരിക്കും, അല്ലേ? ആ ജോലിയുടെ സമയങ്ങളിൽ ഇടവേളകളിലായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരാണ് മിക്കവരും ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ബേസ് ചെയ്തുള്ള ഒരു പഠനം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ലോങ് ടൈം ബാച്ചാണ്. അപ് ടു എക്സാം വരെയാണ് ഈ ബാച്ചിന്റെ കാലാവധി എന്ന് പറയുന്നത്. കണ്ടോ, ഇത് നമ്മൾ ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിച്ചു തീർക്കേണ്ട ടോപ്പിക്കുകൾ, ഓരോ ചെറിയ ചെറിയ ടോപ്പിക്കുകൾ വീതം നമ്മളിങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഡറിൽ അറേഞ്ച് ചെയ്തതാണ്. ഫോർ എക്സാമ്പിൾ ഡേ 1, ഒന്നാമത്തെ ഡേ നമ്മൾ പഠിക്കേണ്ടത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ 1857 വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ നമ്മളവിടെ പഠിക്കുന്നുണ്ട്. ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ പാർട്ട് 1 വീഡിയോ നമ്മളവിടെ പഠിക്കുന്നുണ്ട്. അതേപോലെ വിറ്റാമിനുകൾ ചെറിയൊരു ടോപ്പിക്ക് നമ്മളവിടെ പഠിക്കുന്നുണ്ട്. സംസ്ഥാന സിവിൽ സർവീസ് ഭാഗം, ആ ഒരു ഭാഗം നമ്മളവിടെ പഠിക്കുന്നുണ്ട്. മാത്സിന്റെ ഒരു വീഡിയോ, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ബോട്ട് മാത്സിന്റെ ഫസ്റ്റ് വീഡിയോ നമ്മളവിടെ പഠിക്കുന്നുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്സ്, ഡ്രൈവറിന്റെ സ്പെഷ്യൽ ടോപ്പിക് ആണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് പാർട്ട് 1 വീഡിയോ മാത്രം നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലെ? പിന്നീട് CPO ഡ്രൈവർ വരുന്നവർക്ക് ഭാരതീയ ന്യായ സംഹിതയുടെ വീഡിയോസ് നമ്മളവിടെ പഠിക്കുന്നുണ്ട്, CPO ഡ്രൈവറുകാർക്ക് വേണ്ടിയിട്ട്, ആ എക്സാമിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ 1 മണിക്കൂർ, ഏകദേശം 1-2 മണിക്കൂറോളം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. ഒരു ദിവസം നിങ്ങൾക്ക് പഠനത്തിന് വേണ്ടി 2 മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുന്നു. ഒന്നാമത്തെ ദിവസത്തിന് ടൈം ടേബിൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നീട് വരുന്ന 2ാമത്തെ ദിവസമാണ്. നമ്മൾ 1ാമത്തെ ദിവസം പഠിച്ചതിന്റെ കണ്ടിന്യൂവേഷൻ നമ്മൾ 2ാമത്തെ ദിവസം പഠിക്കും, അല്ലേ? ഈ പറഞ്ഞ 1857 അതിന്റെ 2ാമത്തെ പാർട്ട് വീഡിയോ, അതേപോലെ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ 2ാമത്തെ പാർട്ട് വീഡിയോ, ശബ്ദഭാഗം 2ാമത്തെ വീഡിയോ, ഫിസിക്സ് 2ാമത്തെ ഫസ്റ്റ് ശബ്ദം എന്ന് പറയുന്ന ഭാഗം 1 നമ്മൾ പഠിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ കേരളം ഭരണ സംവിധാനത്തിന്റെ ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കുന്നു. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും സെക്കൻഡ് പാർട്ട് വീഡിയോസ് പഠിക്കുന്നു. 1ാമത്തെ പാർട്ട് പഠിച്ചതിന്റെ 2ാമത്തെ അടുത്ത ഭാഗങ്ങൾ നമ്മൾ സെക്കൻഡ് ഡേ നമ്മൾ കവറപ്പ് ചെയ്യുന്നു, അല്ലേ? ഇതും ഏകദേശം 2 മണിക്കൂർ കൊണ്ട് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കുകൾ നമുക്ക് കവറപ്പ് ചെയ്യാം. 3ാമത്തെ ദിവസം നമ്മൾ വീണ്ടും പഠിക്കുന്നു അടുത്ത ടോപ്പിക്ക്, അല്ലേ? ഓരോ ദിവസം ഓരോ ടോപ്പിക്കുകളാണ് നമ്മൾ കവറപ്പ് ചെയ്യുന്നത്, അല്ലേ? 3ാമത്തെ ദിവസം നമ്മൾ വീണ്ടും പഠിക്കുന്നു. ടൈം ടേബിൾ ബേസ് ചെയ്ത് സിസ്റ്റമാറ്റിക് അറേഞ്ച് ചെയ്ത ടൈം ടേബിൾ ബേസ് ചെയ്ത് നമ്മൾ 3ാമത്തെ ദിവസം പഠിക്കുന്നു. ഏതൊക്കെ ടോപ്പിക്കുകൾ? ബംഗാൾ വിഭജനവും സ്വദേശി പ്രസ്ഥാനവും, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? ആൽക്കലോയിഡുകൾ കെമിസ്ട്രിയിൽ നിന്നുള്ള ടോപ്പിക്ക്, അതേപോലെ കേരളം ഭരണ സംവിധാനത്തിൽ നിന്ന് തണ്ണീർത്തട സംസ്കാര ഭാഗം 1, 2, 3, അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും. അതേപോലെ തന്നെ മാത്സിലെ ബോട്ട് മാസും, ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക്സിലെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ പാർട്ട് 3 നമ്മൾ പഠിക്കുന്നു. അടുത്ത ദിവസം 4ാമത്തെ ദിവസം വീണ്ടും നമ്മൾ ഓരോ ടോപ്പിക്കുകൾ അങ്ങനെ കവറപ്പ് ചെയ്ത് പോകുന്നു. 5ാമത്തെ ദിവസം അടുത്ത ടോപ്പിക്കുകൾ, അല്ലെ?
ടോപ്പിക്ക് കവറപ്പ് ചെയ്യുന്നു. 6ാമത്തെ ദിവസം ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ റിവിഷൻ ഡേ ആണ്. നമുക്കറിയാം, നമ്മൾ ഓരോ പുതിയ കാര്യം പഠിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻസ് നമ്മൾ എന്തിനും കൊടുക്കണം? റിവിഷനും കൊടുക്കണം. റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. റിവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുകയുള്ളൂ. പലരും പഠിക്കുന്നുണ്ടാവും, പക്ഷേ എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എക്സാം നന്നായിട്ട് എഴുതാൻ സാധിക്കാത്തതിൻ്റെ മേജർ റീസൺസ് പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ഇല്ലാത്തതാണ്. അപ്പോൾ നമ്മൾ 6ാമത്തെ ദിവസം, 6-7 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റിവിഷൻ ഡേ ആണ്. ശനി ഞായർ റിവിഷൻ തരും. അപ്പോൾ ആ സമയം നിങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ, ഇന്നൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മൾ മറക്കും. അത് നമ്മുടെ പ്രശ്നമല്ല, അല്ലേ? നമ്മളെല്ലാവരും അങ്ങനെയാണ്. മറവി എല്ലാവർക്കും ഉള്ള കാര്യമാണ്. നമ്മൾ മറന്നു പോകും. ആ മറന്നു പോകുന്ന കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ എന്ത് വേണം? റിവിഷൻ വേണം, അല്ലെ? PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിവിഷൻ വേണം. റിവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം, വീണ്ടും വീണ്ടും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ മറന്നുപോകും. എക്സാം വരെ, അപ് ടു എക്സാം വരെ റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ശനി ഞായർ എന്ന് പറഞ്ഞാൽ 2 ദിവസം നിങ്ങൾക്ക് റിവിഷൻ ഡേ ആണ്. ആ സമയം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. വീണ്ടും നമ്മൾ ഈ ഒരു പ്രോസസ്സ് തുടരും, അല്ലേ? എന്ന് വരെ? എക്സാം വരെ. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ ബേസ് ചെയ്തുള്ള ഏകദേശം 70 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ടൈം ടേബിൾ ആണ്. ഈ ഒരു സിസ്റ്റമാറ്റിക് പഠനം ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സാം വരെ കൃത്യമായിട്ട് പഠിക്കാനും കൃത്യമായിട്ട് റിവിഷൻ ചെയ്യാനും കൃത്യമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനും എല്ലാം സഹായിക്കും എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിൽ ഒരു ടൈം ടേബിൾ ബേസ് ചെയ്ത് ഒരു അച്ചടക്കത്തോടെ കൂടി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഏറ്റവും പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. റൺവേ 2.0 എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന ഫോഴ്സ് ഡ്രൈവർ എക്സാമുകളിലേക്കുള്ള ഒരു ലോങ് ടൈം ബാച്ചാണ്. ഈ ബാച്ചിൽ നിങ്ങൾക്ക് മുന്നേ കൂട്ടി പഠിക്കാനും സാവധാനം ഓരോ ടോപ്പിക്കുകൾ ക്ലിയർ ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോകാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്തരത്തിൽ ജോലി ചെയ്യുന്നവരാണ് എല്ലാവരും, അല്ല, ജോലി ചെയ്യുന്ന സമയങ്ങളിൽ, ഇടവേളകളിൽ കൃത്യമായിട്ട് പഠിച്ച് ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്ന സ്വപ്നം നേടാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും പുതിയ നമ്മുടെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഇതിൽ ജോയിൻ ചെയ്യാനുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? താഴെക്കാട് നമ്പർ നിങ്ങളെ കണക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.